ഈ മനഃശാസ്ത്രജ്ഞയ്ക്ക് മനസ്സ് ഒരു മുന്നിൽ കാണുന്ന എല്ലാ ആളുകളുടെയും മനസ്സ് വായിക്കാൻ പറ്റുമോ? ഉം. വായിക്കാൻ പറ്റുമെന്നാണ് പൊതുവെ പറയാറെങ്കിലും പക്ഷെ യഥാർത്ഥത്തിൽ പറ്റില്ല. എങ്ങനെ മുന്നിൽ കാണുന്ന ഒരാളുടെ മനസ്സ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരാളുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് ഇടപഴകുമ്പോഴല്ലേ ഈ വ്യക്തിയുടെ ഏറെക്കുറെയൊക്കെ പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള രീതിയിൽ ഒരു എക്സാമിനേഷൻ പോലെ തന്നെ ഇരിക്കേണ്ടി വരും. ഈ വ്യക്തി എനിക്ക് മനസ്സിലാവണം എന്ന് വിചാരിച്ച്. പിന്നെ ഓരോ ആളുകൾ സംസാരിക്കുമ്പോൾ അയാളുടെ പേഴ്സണാലിറ്റി ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒത്തിരി വർഷമായിട്ട് ഇതേ മേഖലകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഇയാളുടെ പേഴ്സണാലിറ്റിയിൽ ഇന്ന ടൈപ്പ് ഓഫ് ട്രെയ്റ്റ്സ് ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് കുറച്ച് മനസ്സിലാവും. അങ്ങനെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാളെ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഇയാൾ ഇന്ന പേഴ്സണാലിറ്റി ആണെന്ന് പറയാൻ ആയിട്ട് പറ്റില്ല പൊതുവെ. അത്തരത്തില. ഉം. ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരാൾ വന്ന് നിൽക്കുകയാണ്. അയാൾ പറയുന്നത് കള്ളമാണ്. ഉം. അല്ലെങ്കിൽ അയാൾ നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉം. അത്തരം സന്ദർഭങ്ങളൊക്കെ തിരിച്ചറിയാൻ അത് പറ്റത്തില്ലേ? അത് അത് പറ്റേണ്ടതാണ്. അത്യാവശ്യം കാര്യങ്ങൾ നമുക്കറിയാം. ഞാനിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ആളുകളെ കാണുന്ന ആളാണ്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും വർഷം ആയതുകൊണ്ടായിരിക്കാം കുറേയൊക്കെ നമുക്ക് ആളുകൾ എത്ര വിശ്വസനീയമായിട്ട് നമ്മളോട് പറയാൻ ശ്രമിച്ചാലും അവരുടെ ഉള്ളിൽ ചിലപ്പം അത്ര ഒരു വിശ്വസ്തത ഇല്ലെങ്കിൽ നമുക്കത് തിരിച്ചറിയാനായിട്ടൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബൈ എക്സ്പീരിയൻസ് ആയിരിക്കാം. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മളിപ്പോൾ ഒരാൾക്ക് നല്ലത് വരണം എന്ന് ചിന്തിച്ചിട്ടാണല്ലോ നമ്മുടെ ലൈഫിൽ ഇരിക്കുക. അല്ല ഒരാളെ ഹീൽ ചെയ്യണം, അയാളുടെ മനസ്സിനൊരു സൗഖ്യം കൊടുക്കണം എന്ന് തന്നെ ഓർത്തിട്ടായിരിക്കുമല്ലോ നമ്മളൊരു കേസ് എടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ജ്ഞാനബോധം നന്നായിട്ട് ഉണ്ടാവണം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ആയിരിക്കാം ഒരു വ്യക്തികളോട് സംസാരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ നല്ലത് തന്നെ വരണം എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ പോലെ ഫേക്ക്നെസ് ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാവാറുണ്ട് അത്. മനസ്സിലായിട്ട് നമ്മൾ അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത്. ആൾക്കാർ അല്ല അവരവരായിട്ട് തന്നെ ഇരിക്കാൻ അനുവദിക്കുക. അവരോട് നിങ്ങൾ തെറ്റല്ലേ പറഞ്ഞതെന്നൊന്നും ഞാൻ പറയാറില്ല. അവരവരായിട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്നിടത്തോളം അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യട്ടെ എന്ന് തന്നെ വിചാരിക്കും. ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾ മുന്നിലേക്ക് വന്ന് കള്ളം പറയുകയാണെങ്കിൽ അയാളുടെ ചില ബോഡി ലാംഗ്വേജസ് കൊണ്ട് ചില പെരുമാറ്റ രീതികളൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാള് ശരിയാണോ അല്ലെങ്കിൽ ഇയാള് നല്ലതാണോ, ഇയാൾ പറയുന്നത് കള്ളമാണോ എന്നൊക്കെ. അങ്ങനെ ഇപ്പോൾ ഒരു സാധാരണക്കാർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്തായിരിക്കും? അതായത് ഇപ്പോൾ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടോ ഇപ്പോൾ ഒരാൾ പറയുന്ന കള്ളാണ് അല്ല ഇപ്പം നമ്മളിപ്പോൾ പറയില്ലേ ഇപ്പം ഒരാൾ നോർമലി സംസാരിക്കുന്നതിന് പകരം കുറച്ച് ഷിവർ ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ആൻഷ്യസ് ആയിട്ട് അല്ലാതെ അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഐ കോണ്ടാക്ട് തരാതിരിക്കുക, പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത ഇല്ലാതിരിക്കുക, ഇതൊക്കെയാണ് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ അവർ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒളിപ്പിക്കുന്നുണ്ടെന്നുള്ള തോന്നലുകൾ ഉണ്ടാവാം. പിന്നെ ഫേക്ക് ആയിട്ടുള്ള ഇപ്പോൾ ഈ കോൺഫിഡൻസ് തന്നെ കാണിക്കുക. ചില ആളുകൾ അങ്ങനെയാണ് മനസ്സിൽ ഒട്ടും ധൈര്യം ഇല്ലെങ്കിൽ ഭയങ്കര ധൈര്യമായിരിക്കും പുറത്ത് കാണിക്കുക. അപ്പോൾ അതിലും ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ഒരു ഫേക്ക്നെസ്. പിന്നെ ചിലർ തീരെ ധൈര്യമില്ലാത്തവർ കാണിക്കുക എന്ന് വെച്ചാൽ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ അറിയില്ല അവരുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ലോ ആയിരിക്കും. അപ്പം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഊർജ്ജത്തിൽ വരുന്ന ആളുകളെല്ലാം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുള്ളത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ പലപ്പോഴും ഇതിലൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ നമ്മുടെ അടുത്ത് കള്ളാണോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഇപ്പോൾ ഒരാളെ മനസ്സിലാക്കുന്ന ഒരാളാണ് ഇപ്പം നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ അവരെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയുടെ നേരിയ വ്യത്യാസം പോലും നമുക്ക് മനസ്സിലാവുമല്ലോ. അത് അയാളുടെ സംസാരത്തിന്റെ ശൈലി കൊണ്ടും അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടും മനസ്സിലായി. ഈ ബോഡി ലാംഗ്വേജിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ എന്നും മുഖത്ത് നോക്കി സംസാരിച്ചവർ നമ്മുടെ മുഖത്തേക്ക് ഇപ്പം നോക്കുന്ന പോലുമില്ല എന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒഴിഞ്ഞു മാറുക. നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറി മാറി പോവുക. അപ്പം അതൊക്കെ ആകുമ്പോൾ അവർ നമ്മളോട് ജെനുവിനായിട്ട് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അങ്ങനെ ഓപ്പൺ കമ്മ്യൂണിക്കേഷന് പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ആളുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ഈ രാഷ്ട്രീയക്കാര് ഇവരൊക്കെ ഭയങ്കര വലിയ കേസുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇയാളിപ്പോ തകർന്നു. പക്ഷെ എന്നാലും ഈ മല പോലൊക്കെ നിൽക്കുകയാണ്, കുലുങ്ങാതെ നിൽക്കുന്ന അവസ്ഥ. അതൊക്കെ നമ്മള് ഡേ ടു ഡേ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അതായിരിക്കും. എന്നാലും അവര് ഓക്കെ ഇതൊന്നും ഒരു വിഷയമല്ല അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും സംശയം, ശരിക്കും ഇയാളത് ചെയ്തിട്ടില്ലേ, ഇയാളല്ലേ ഇത് ചെയ്തത്? അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നിൽക്കുന്ന ആളുകളും കാണത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ചിലപ്പോൾ ചെയ്തൊരു തെറ്റ് ഞാൻ ചെയ്തില്ല എന്ന് നമുക്ക് എന്താ പറയുക, എത്ര പേര് വന്ന് ചോദിച്ചാലും അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പം അതൊക്കെ ഓരോ ആളുകളുടെ പേഴ്സണാലിറ്റി
അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ എല്ലാ ആളുകൾക്കും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ചിലർക്ക് നല്ല ചോദ്യം ചോദിച്ചു. ഇപ്പൊ ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ കൊന്നോന്ന് കുറേ ഇതായിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3യിൽ ചോദിച്ചിട്ട് പോലും ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെ. എന്ന് പറയുന്നത് പോലെ അങ്ങനെ നിൽക്കാൻ, സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ഉള്ള ഇതുണ്ട്. അപ്പം നമ്മുടെ മനസ്സ് നമ്മളോട് ആ കാര്യത്തിൽ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇപ്പൊ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹം, പക്ഷെ നമ്മുടെ മനസ്സ് അതിനോട് അത്ര കോൺഫിഡൻസിൽ, ഇപ്പൊ പറയാം നമുക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ല നമ്മൾ അത്ര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്, പക്ഷെ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമ്മളും മനസ്സും തമ്മിൽ ഇച്ചിരി വ്യത്യാസത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കോൺഫിഡൻസ് കാണിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവർ, ഇപ്പം ഞാനൊരു കുറ്റം ചെയ്താൽ ആ കുറ്റം ആരും അറിയണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ എൻ്റെ മനസ്സും ആ കാര്യത്തിന് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞാൻ കുലുങ്ങാതെ നിൽക്കും അല്ലേ. പക്ഷെ പല കേസുകളിലും നമ്മൾ അങ്ങനെ നമുക്ക് ഇവരാണോ അത് ചെയ്തതെന്ന് ഉള്ള തരത്തിലുള്ള എത്രയോ ക്രൈം ഒക്കെ ചെയ്തിട്ട് ഭയങ്കര കൂളായിട്ടൊക്കെ നമ്മുടെ അപ്പുറത്ത് ഇരിക്കുന്ന ആളുകളുണ്ട്. ഉണ്ട്. അവരൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതരം പേഴ്സണാലിറ്റിയാണ് അവർ. നോർമൽ ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർക്ക് ഭയം വരും, ആൻസൈറ്റി വരും, അല്ലെങ്കിൽ ദേഷ്യം വരും, സങ്കടം വരും. ഇതൊക്കെ ആണല്ലോ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ കൊണ്ടുവരാം. അമിത ഭയത്തിൽ നിന്ന് നമുക്ക് കൺട്രോൾ കൊണ്ടുവരാം, ഒത്തിരി ആൻഷ്യസ് ആവാതിരിക്കാം. പക്ഷെ എത്ര വന്നാലും അത് യാതൊരു രീതിയിൽ അഫക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ തന്നെ നമ്മൾ അവിടെ ഒരു മിസ്അലൈൻമെന്റ് ഉണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. തീർച്ചയായും. ഇപ്പോ മനസ്സിനെ പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയാ? മനസ്സിനെ പഠിക്കാന്ന് വെച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും അവനവനെ പഠിക്കാൻ ശ്രമിച്ചാൽ മതി. മറ്റൊരാളെ പഠിക്കാൻ ശ്രമിക്കുന്നേക്കാൾ നല്ലത് അതാണ്. അവനവൻ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, അവനവൻ എന്തുകൊണ്ടാണ് ഇത് ഫീൽ ആവുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അവനവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. അത് തന്നെ ഒരു ജന്മം കൊണ്ട് മനസ്സിലാക്കി തീർക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ ഈ അവനവനെ പഠിക്കാന്നല്ലാതെ ഇപ്പോ എന്താ ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിനെ ഇപ്പൊ നമുക്ക് മറ്റൊരാളുടെ എനിക്ക് അവന്റെ മനസ്സറിയാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അവരുടെ മനസ്സറിയാം, അങ്ങനെ പറയുന്നത് അപ്പൊ ഫേക്ക് ആണോ? അല്ല, ഒരാളെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റായികയൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പോൾ നമ്മളിപ്പോൾ മറ്റൊരാളുടെ മനസ്സ്, ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായി, എന്തുകൊണ്ടാണ് അയാൾ എങ്ങനെ എന്നോട് പെരുമാറിയെന്ന് ഓർത്ത് റിസർച്ച് ചെയ്യാൻ പോകുന്നേക്കാൾ നല്ലതാണ് അയാൾ അങ്ങനെ പെരുമാറിയപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കത് അങ്ങനെ ബാധിച്ചതെന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫ് മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റത് നമ്മുടെ ജീവിതകാലം മുഴുവൻ അയാളുടെ പെരുമാറ്റത്തിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യപ്പെട്ടത്, എന്നോട് എന്താണ് ഇന്ന് സ്നേഹമില്ലാതെ പെരുമാറിയത്, എന്തുകൊണ്ടാണ് എന്നെ അവഗണിച്ചത്, ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ കൊടുത്താൽ അതിനുള്ള ഉത്തരങ്ങളായിരിക്കുമല്ലോ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെന്നുള്ളൊരു വ്യക്തിക്ക് അവിടെ യാതൊരുവിധ പ്രാധാന്യവും ഇല്ല. നമ്മളുടെ ജീവിതം മുഴുവൻ ആ വ്യക്തിക്ക് ആ മൂഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ലൈഫ് ഉണ്ടാവുക. അപ്പോൾ തന്നെ ഒരാളെ മനസ്സിലാക്കാനൊക്കെ നമുക്കിപ്പോൾ പറ്റുന്നതിന്, ഇപ്പം നമ്മളിപ്പോൾ വളർത്തുന്ന മക്കൾ, അവരുടെ മുഖഭാവം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ മനസ്സിലായെന്ന് നമുക്ക് തോന്നും. ഈ നമ്മൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നതും നമ്മളുടെ ചിന്തകളും നമ്മുടെ ശരികളിലുമാണ്. ഇപ്പോൾ ഒരാളെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഒന്ന് നോക്കി, അയാളുടെ നോട്ടത്തിൻ്റെ അർത്ഥം കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് എന്താണോ വിശ്വസിക്കാൻ ഇഷ്ടം ആ അർത്ഥം ഞാൻ കൊടുക്കും അല്ലേ. ഇപ്പോൾ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഇപ്പം ആതിര എൻ്റെ അടുത്ത് സംസാരിച്ച ഒരു കാര്യത്തിന് കറക്റ്റ് ആതിര എന്ന് ഞാൻ പറഞ്ഞാൽ ഞാനും അത് തന്നെയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റാന്ന് പറയുന്നത്. അല്ലാതെ അവനവൻ എന്തിനോട് യോജിക്കുന്നു എന്നുള്ളതാണ്. ഒരാളെ എങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം, അയാൾ എന്ത് ചെയ്താലും ഇതുകൊണ്ടായിരിക്കും അയാൾ ഇങ്ങനെ ആയെന്ന് ഞാൻ പറയും. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഞാൻ തയ്യാറാവത്തില്ല അല്ലേ. അപ്പോൾ എപ്പോഴും അവനവൻ്റെ ശരികളും അവനവൻ്റെ യോജിക്കലിനോടും മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയെന്ന് പറയാം. ഇപ്പൊ അതല്ലേ, ഇപ്പൊ ഒരേ ഇൻസിഡന്റ് തന്നെ ഡബിൾ റൂളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കോമഡി ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം മകനും മകളും ഇപ്പൊ ഇഷ്ടമുള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കുക. മക്കളിൽ തന്നെ ചിലപ്പോൾ ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല മറ്റേ ആൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയും ഇവന്റെ രീതി ഇങ്ങനെയാണ്, ഇവരെ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കണേന്ന് പറയും. അപ്പൊ ഇതൊക്കെ അവനവന്റെ ഒരു നിർവചനങ്ങളല്ലേ ജീവിതത്തിന് മൊത്തം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് തന്നെയാണെങ്കിലും എനിക്കൊരു വിയോജിപ്പുമില്ല. അത് അയാളുടെ ചിന്തകളാണ്. പിന്നെ എനിക്കത് എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാനതിനെ കേൾക്കുന്നത് പോലും. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന പോലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർക്കിത് എങ്ങനെയാണ് ഞാൻ ഈ സംസാരിക്കുന്നതിനെ ഉൾക്കൊള്ളാൻ ആഗ്രഹം എന്നുള്ള രീതിയിൽ മാത്രമേ അവർ ഉൾക്കൊള്ളുള്ളൂ അല്ലേ. ഇപ്പോൾ ഒരു ക്ലാസ് എടുത്താൽ തന്നെ അങ്ങനെ തന്നെയാണ്. എങ്ങനെ പണക്കാരനാവാൻ എന്ന ക്ലാസ് എടുത്തിൽ 100 പേര് അറ്റൻഡ് ചെയ്തു. അതിൽ 2 പേരായിരിക്കും ചിലപ്പോൾ അടുത്ത വർഷം വരുമ്പം കോടീശ്വരനായിട്ടുണ്ടാവുക. ബാക്കി എല്ലാവരും അതേ ലെവലിൽ തന്നെയായിരിക്കും നിൽക്കുക. അതുകൊണ്ടാണോ ഈ കോടീശ്വരനാവാനുള്ളതൊക്കെ ടിപ്പുകളൊക്കെ കേട്ടിട്ട് ആരും അങ്ങോട്ട് സെറ്റ് ആവില്ല? അല്ലെങ്കിൽ എത്ര ഈ ബിസിനസിന്റെ ഒക്കെ കുറെ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ പോകുന്ന ആളുകളും ഉണ്ട്.
അപ്പൊ അവരൊന്നും രക്ഷപ്പെടാത്തത് അതുകൊണ്ടായിരിക്കട്ടെ. തീർച്ചയായിട്ടും അവൻ എന്താണോ വേണ്ടത് അവൻ ആ ക്ലാസ്സിൽ നിന്ന് അത് മാത്രമാണ് എടുക്കുന്നുള്ളൂ. അല്ലാതെ വേറൊന്നും എടുക്കാൻ ആൾക്കാർക്ക് സാധിക്കില്ല. അതാ പറഞ്ഞെ അവനവൻ്റെ മനസ്സിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അത് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കൊരു ഉന്നതി ഉണ്ടാവുള്ളൂ. അത് ആ ഒരു പഠിച്ച് ആദ്യം നമ്മൾ സ്വന്തമായി മനസ്സിലാക്കി ഉം. അത് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് നമുക്ക് ചുറ്റുമുള്ളവരെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കെന്തുകൊണ്ടാണ് അയാൾ എന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ എനിക്ക് വിഷമം വന്നതെന്ന് ഞാൻ തിരയുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവാൻ പറ്റും. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.